ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പേപ്പർ കട്ടിംഗ് ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളം ഞെട്ടലിൽ 11 മാസത്തിനിടെ ഒളിച്ചോടിപ്പോയത് 2869 ഭാര്യമാർ, രക്ഷപ്പെട്ടത് 2868 ഭർത്താക്കന്മാർ, അതായത് അവരുടെ സ്വന്തം ഭർത്താക്കന്മാർ, കഷ്ടത്തിലായത് പൊട്ടന്മാരായിട്ടുള്ള കാമുകന്മാർ. ഇത് ചിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്യാപ്ഷനല്ല, നടന്നിട്ടുള്ള പത്രവാർത്തയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭാര്യമാരെ ഒളിച്ചോടി പോകുന്നത്? എന്തുകൊണ്ടാണ് കാമുകന്മാർ അവർക്കുള്ളത്? കല്യാണം കഴിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ അഫെയർ അവർ ഉണ്ടാക്കുന്നത്? ഇത് വലിയൊരു ചോദ്യമാണ്, വലിയൊരു ചർച്ചയാണ്. ഇന്നത്തെ കാലത്ത് പലരും വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അവർക്ക് പ്രണയബന്ധങ്ങളുണ്ട്. വിവാഹം കഴിച്ചതിന് ശേഷം ആ പ്രണയബന്ധം അവർക്ക് വിട്ടുപോരാൻ കഴിയുന്നില്ല. കാരണം അവരുടെ പ്രണയബന്ധം വീട്ടുകാർ അംഗീകരിക്കാത്തത് കൊണ്ടാണ് പ്രണയവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു അപരിചിതനെ അവർക്ക് വിവാഹം കഴിക്കേണ്ട സാഹചര്യം വരുന്നത്. അതുകൊണ്ട് വിവാഹം കഴിച്ചതിന് ശേഷം വീണ്ടും അവർ ആ അഫെയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ചില ആളുകൾ കല്യാണം കഴിച്ചതിന് ശേഷം ആണ് അവർ അഫെയർ തുടങ്ങുന്നത്. കാരണം വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ കൂട്ടുകാരായിട്ടുള്ള പലരും ഉണ്ടാവും, അവരിടപെടുന്ന പല സുഹൃത്തുക്കളുണ്ടാവും. കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൂടുതൽ വെച്ച് പുലർത്തുന്ന കൂട്ടുകാരാരാണോ ഉള്ളത് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുകയാണ്. ആ ഫ്രണ്ട്ഷിപ്പ് ഒടുവിൽ പ്രണയമായിട്ട് മാറുകയാണ്. പ്രണയമായിട്ട് മാറിക്കഴിയുമ്പോൾ പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് അത് നീങ്ങുകയാണ്. അതാണല്ലോ ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. അവിടെ അവർ ഒളിച്ചുകൂടി പോകുന്നു. പക്ഷെ അതുകൊണ്ട് അവർ ഭർത്താക്കന്മാർ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല, കാമുകന്മാർ പൊട്ടന്മാരുമല്ല. പെണ്ണിനെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തി പെണ്ണിനെ മാന്യമായിട്ട് കൈകാര്യം ചെയ്ത് അവനവൻ്റെ കാര്യം കാണും. സെക്സിനെ കുറിച്ചല്ല പറയുന്നത്, ജീവിതത്തിനെക്കുറിച്ചാണ് പറയുന്നത്. കാരണം സെക്സിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് കൂടി നടക്കേണ്ട ആവശ്യമില്ല. കാരണം കല്യാണം കഴിച്ചില്ലെങ്കിലും ഇഷ്ടംപോലെ ലൈംഗിക തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. സെക്സ് സുലഭമായി കിട്ടാനുമുണ്ട്. അതിനിപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഈ നാടകം കളിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ജീവിതം അങ്ങനെയല്ല, മാനസിക ഐക്യം അങ്ങനെയല്ല, മനപ്പൊരുത്തം അങ്ങനെയല്ല. മനപ്പൊരുത്തം എന്ന് പറയുന്നത് ആരുടെ കൂടെയാണോ ഉള്ളത് അവരാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. അല്ലാണ്ട് കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം ഒരുമിച്ച് ജീവിച്ചിട്ടൊരു കാര്യമില്ല. അത് അവസാനം സാഹചര്യ സന്ദർഭത്ത് വരുമ്പോൾ ഒളിച്ചോടി പോകാനേ കാരണമായി തീരുകയുള്ളൂ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഒളിച്ചോടി പോകുന്നുണ്ട് കല്യാണം കഴിച്ചതിന് ശേഷം. ഇതൊരുപാട് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. വിവാഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ശരീരം കൊണ്ടുള്ള അടുപ്പമല്ല, മനസ്സുകൊണ്ടുള്ള അടുപ്പമാണ്. അപ്പം മനസ്സുകൊണ്ട് ആരാണോ ആരോട് അടുക്കുന്നവർ ഒരുമിച്ച് ജീവിച്ചാലേ ഇത് വിജയിക്കുള്ളൂ.